ഗൈസ്, വെൽക്കം ടു പുതിയൊരു എപ്പിസോഡ് ഓഫ് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ മഹാരാഷ്ട്രയിൽ ഞാൻ എന്ത് വർക്ക് ചെയ്യുന്നു എല്ലാം കാണിച്ചു തരാം. ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യുന്നു എന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. Whatever you do, don't lose the Lord. Lose everything, lose everyone, but don't lose the Lord. ഇതാണ് നമ്മൾ മഹാരാഷ്ട്രയിലത്തെ അപ്പാർട്ട്മെൻറ്റ്. 2 BHK. ഇറ്റ്സ് ബാൽക്കണി ആൻഡ് ഷോ ബാൽക്കണി. ബാത്റൂം, ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, ആ റൂമിനില്ല, കോമൺ. പിന്നെ ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. സോ ഫോർ ലഞ്ച്. ആൾക്കാരുണ്ടായിരുന്നു, ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരുമില്ല കേട്ടോ, ഇപ്പോൾ ആരുമില്ല ഇവിടെ. ഇപ്പോൾ ഞാൻ ആ റൂമിലും 2 റൂമിലും മാത്രമേ ആൾക്കാരുള്ളൂ. ഇവിടെ ഇപ്പോൾ ഭയങ്കര തണുപ്പാട്ടോ. മോർണിംഗ് എല്ലാവർക്കും ഛർദിയാണ്. ഛർദി എന്ന് വെച്ചാൽ വൊമിറ്റിംഗ് അല്ല, ഇവിടെ ഛർദി എന്ന് വെച്ചാൽ ജലദോഷത്തിനാണ് ഇവിടെ ഛർദി എന്ന് പറയാം. സോ ഇതാണ് നമ്മളെ അപ്പാർട്ട്മെൻറ്റ്. ഹോസ്പിറ്റലുകാർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. മന്ത്ലി 1000 രൂപയാണ് റെൻറ്റ്. ഫുഡ് നമ്മൾ നോക്കണം, അക്കോമഡേഷൻ ഒരു തരും. ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഞങ്ങളുടെ ഹോട്ടൽ സായി സമൃദ്ധ ഹോട്ടൽ. ഇത് ഞങ്ങളെ സാറിൻ്റെ വീടാണ്, മീൻസ് ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഓണറിൻ്റെ വീട്. ഇപ്പോൾ ഉപ്പയും ഉമ്മയും വന്നു പോയതുകൊണ്ട് ഞാൻ എന്നും ചോക്ലേറ്റ് തന്നും. ചോക്ലേറ്റും ഇത്തപ്പഴം. ഫുഡ് ഉണ്ടാക്കാറില്ല ഇപ്പോൾ, സുഖമായി എന്നും ചോക്ലേറ്റ്. ഇതാണ് നമ്മളെ കിൻഡർ, ആ ഫേവറേറ്റ്. ദിസ് ഈസ് നമ്മുടെ എക്കോ റൂം. ഒരു ഹായ് ഹായ്. जबरदस्ती गेले माझ्यासोबत यायचे नाही, पण ती क्यूट आहे. छान बसले अशी मुलं नाही मिळत आमच्या मध्ये. झालं बाबा काय घेऊन तिला एकदा घेऊन. നമ്മുടെ സർ, ഇത് സാറിൻ്റെ വൈഫ്. നമ്മുടെ റിസപ്ഷൻ. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലത്തെ കാഷ്വാലിറ്റി. ഹോസ്പിറ്റൽ കുറേ സിസ്റ്റേഴ്സ് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. സമയം 6:30 ആവാനായി. സോ എൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് ഞാൻ എൻ്റെ മെഷീനൊക്കെ ഓഫാക്കി. സോ വി ആർ ഗോയിങ്. ചേച്ചി 7 മണിക്കാണ് പോകുന്നത്, അതുകൊണ്ട് ചേച്ചി ഇരിക്കുന്ന ചേച്ചിയെ ഫോണിൽ മുഴുകിയിരിക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ ബാക്ക് പാക്ക് ചെയ്ത് നമുക്ക് പോവാം ഗൈസ്. ബൈ ബൈ. ദിസ് ഈസ് അവർ ഹോസ്പിറ്റൽ. ഗൈസ്, പണി നടന്നോണ്ടിരിക്കും എപ്പോഴും. അതിൻ്റെ അടുത്ത് ഈ സി എനർജിൻ്റെ അടുത്തായിട്ടാണ് എൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. കുറച്ച് 2 മിനിറ്റ് നടക്കാനുള്ളൂ. ഈ കാണുന്നതാണ് എൻ്റെ അപ്പാർട്ട്മെൻറ്റ്. സോ ഞാൻ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാറുണ്ട്. സാധിച്ചത് നല്ല ഫുഡാണ്, വെജുള്ളൂ. ഈ ഭാഗത്ത് ഫുള്ള് വെച്ചാൽ പിന്നെ കുറച്ചങ്ങോട്ട് നടന്നു പോകും. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാണ്. ചെറും മിക്സറും. വേവ് എൻ്റെ റൂം കിട്ടോ. നമ്മൾ റൂമിലേക്ക് വന്നിക്കണേ. ആൻഡ് ഐ ഹാവ് എ ടെലി എക്കോ, ഓൺലൈനായിട്ട് എക്കോ. ഓക്കെ, എന്നാൽ ഞാൻ ചെയ്തിട്ട്. ഓക്കെ ബൈ. നമ്മളപ്പോൾ സാധനം വാങ്ങാൻ പോവാം. ഞാൻ എന്നും എന്നും ദിവസം ഞാൻ 2 മുട്ട തിന്നും. ബട്ട് ഇപ്പോൾ മുട്ടക്ക് വില കൂടി, 7.5 ആയി. സോ കുറച്ച് പിന്നെ മുട്ട കഴിച്ചാൽ ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണെന്നൊക്കെ കുറേ ന്യൂസ് ഇപ്പം ഇല്ലേ. സോ ആഴ്ച നമുക്ക് എപ്പോഴെങ്കിലും കഴിക്കാം. എനിക്കൊരു പുട്ട് തിന്നാ ഒരു പൂതി. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ പുട്ടുപൊടി ഞാനല്ല, ഉമ്മ വരുമ്പോൾ എനിക്ക് വേണ്ടി പുട്ടുപൊടി കൊടു തന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അതിലേക്ക് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കണേ. ലെറ്റ്സ് ട്രൈ എത്രത്തോളം സെറ്റാവുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാണ്ട് ഇവിടേക്ക്. ഇവിടെ നിന്നാണ് ഞാൻ എപ്പോഴും സാധനം മേടിക്കും. ഇവിടെ കുറച്ച് ഷോപ്സ് ഉണ്ട്, അപ്പുറത്ത് അത്ര ഇല്ല, ഫുള്ള് ഹോസ്പിറ്റൽസാണ്. ഇവിടെ ഒരു ചെറിയൊരു പെട്ടിക്കട ഉണ്ട്. ആ പെട്ടിക്കടയിൽ നിന്നാണ് ഞാൻ എപ്പോഴും സാധനം വാങ്ങാറ്. ആ പെട്ടിക്കടാണ്. ആ പെട്ടിക്കടയത്തെ അപ്പൂപ്പന് ഇംഗ്ലീഷ് അറിയാം കേട്ടോ, പാവാ നല്ല ആളാ. ओ अभी लीव नहीं है, दिसंबर का लीव छुट्टी नहीं है. കണ്ട, ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ഇതാണ് ഉഷ ഹെമറ്റോളജി. അതിൻ്റെ അപ്പുറത്താണ്
സേവസാധാ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ. ഇതാണ് സേനർജി. നടന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാലും ഫുള്ള് ഹോസ്പിറ്റൽസ് ആണ്. ഫുള്ള് നല്ല നാടൻ മഹാരാഷ്ട്ര പുട്ട് റെഡി ആയിട്ടുണ്ട്. ആ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ലതാ. ഗ്യാസ് ഇല്ലാണ്ടും നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കാം. വെളുത്തിട്ട് പറഞ്ഞവരുണ്ടല്ലോ എന്നെ കാണാൻ കുളിച്ചൊന്നുണ്ടാകുന്ന. ഞാൻ മറ്റേ സ്റ്റീമിൻ്റെ അത് എന്താണ് ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാ, ട്രൈ ചെയ്ത് നോക്കിയത്. എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഗൈസ്. സോ ഗോ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.